ഒഴുകിയ പോലെ ഇയാളിലേക്ക് ദൈവത്തിൻ്റെ കരുണ പ്രവഹിച്ചു. ഇയാൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തിനാ ഇയാളെ സൗഖ്യം പ്രാപിപ്പിച്ചത്? ഇപ്പോൾ എന്തിനാ ഇയാളെ സൗഖ്യം പ്രാപിപ്പിച്ചത്? ഇയാൾക്ക് വീണ്ടും ബ്ലിറ്റ്സ് പേപ്പർ അടിച്ച് ഇതേമാതിരി നടക്കാനാണോ? ഇനി അയാൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇനി ഇയാൾ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതാണ്. അപ്പോൾ ഈ അന്തിമ നിമിഷ നേരത്ത് മരിക്കാൻ 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴും അവന് രാജ്യം മാറാം. അതുകൊണ്ടാണ് നമ്മൾ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം. യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുകയും മാരകമായ പാപത്തിൽ അനുതപിക്കാതെ ജീവിക്കുന്നവൻ നരകത്തിൽ പോവും. പക്ഷേ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. എന്താണ് പോസിബിലിറ്റി? ഒരു ഡ്രാമ കാണിക്കാൻ പോവാ. ഒരു ഡ്രാമ. 2 ആൾ ഇങ്ങോട്ട് വന്നേ. 2 ആൾ വാ. 2 ആൾ ഓടി വരണ്ട. 2 ആൾ. ഒരാൾ വന്ന് വേറൊരാളും കൂടി വായോ. ഇപ്പൊ ഞാനൊരു മഹാപാപിയാണെന്ന് വിചാരിച്ചു. ഇവർക്ക് 2 പേർക്കും ഭയങ്കര വ്യത്യസ്തമായ റോളുകളാണ്. ഇയാൾക്ക് അഭിനയിക്കാനുള്ള റോള് പിശാചിന്റെ റോളാണ്. കുഴപ്പമില്ല. ഇയാള് കത്തോലിക്ക സഭയുടെ റോളാണ്. എന്തു പറയണു? കുഴപ്പമില്ല. ഓക്കെ, ക്യാമറ റെഡി. ഞാനൊരു മഹാപാപിയാണ്. ഈ തോമസ് പോൾ നിരീശ്വരവാദിയും മാരക പാപത്തിൽ ജീവിച്ച് നരകത്തിൽ തന്നെ പോവുള്ളൂ ഞാൻ. എനിക്ക് യേശുവും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ എന്നെ പിശാച് പിടിച്ചോ. എന്നെ പിശാച് പിടിച്ചങ്ങ് വലിച്ചുകൊണ്ട് പോകാണ്. കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിശാച് പറയാണ്, ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടിരിക്കുള്ളൂടാ തോമസ് പോളെ, നിന്നെ ഞാൻ കൊണ്ടുപോകും, നീ വിശ്വസിക്കൊന്നും വേണ്ട. ഈ യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞത് വെറും ആൾക്കാർ കെട്ടുണ്ട്. 2000 വർഷം മുമ്പ് നടന്ന യേശു ക്രിസ്തു ഇപ്പം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള പല യുക്തികളും പറഞ്ഞ് നീ ജീവിക്കണ മാതിരിയൊക്കെ ജീവിച്ചാൽ മതി. ഇങ്ങനെയെല്ലാം പറഞ്ഞ് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാണ്. ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഒരാൾ നിൽക്കണം. ഇതാരാ അവിടെ നിൽക്കണേ? കത്തോലിക്ക സഭ. ആരൊക്കെയാണ് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ? കർത്താവ് ഈശോ മിശിഹ, പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം, ഇത്രയും നാളത്തെ എല്ലാ മാർപ്പാപ്പമാരും, എല്ലാ അപ്പസ്തോലന്മാരും, മാതാവും ഔസേപ്പിതാവും, ഈ ഇത്രയും കോടാനുകൂടി ജനങ്ങൾ, അവർ ചെല്ലുന്ന കൊന്ത നമസ്കാരം, അവർ ചെല്ലുന്ന കുർബാന, സഭയിലെ 5 ലക്ഷം 500,000 വൈദികർ പ്രാർത്ഥിക്കുന്ന ചെല്ലുന്ന കുർബാന, ഇവർ എല്ലാവരും എന്നെ നരകത്തിൽ കൊണ്ടുപോകണത് നോക്കി നിൽക്കുമെന്നാണോ വിചാരിച്ചേക്കണേ? പറയും. പിടിച്ചോളാം. ഇപ്പൊ ഒരു വടംവലിയാണ് നടക്കുന്നത്. ഇതിനകത്ത് ആര് ജയിക്കും? ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. ഇവിടെ ആര് ജയിച്ചു? ആര് ജയിക്കും? സഭ ജയിക്കും. എൻ്റെ ആടുകളിൽ ഒന്നിനെ പോലും പിടിച്ചു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല.
അപ്പോൾ ഈ ഒരു പ്രത്യാശയാണ്, പ്രത്യാശയുടെ പടിവാതിക്കൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ്റെ തുടക്കം മുതൽ പ്രത്യാശ, ഹോപ്പ്. ഇന്നലെയും കൂടി പോപ്പ് പറഞ്ഞതാണ്, ഇന്നലത്തെയും കൂടി മെസ്സേജ് അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ടുള്ള സംഭാഷണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പോപ്പിനെ കാണാൻ വന്നേക്കണം, അവർ തമ്മിൽ സംസാരിക്കും. പ്രത്യാശ, ഹോപ്പ് ഈസ് ദ പവർ ഓഫ് റിസറക്ഷൻ. നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുത്. എന്താണ് നമ്മുടെ പ്രത്യാശയുടെ പ്രധാന ഘടകം? ദൈവം. ഇത്രയും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്ക്. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 5 ലക്ഷം വൈദികർ എല്ലാ ദിവസവും അർപ്പിക്കുന്ന ബലിയിൽ എല്ലാവർക്കും വേണ്ടി, മനുഷ്യവംശത്തിന് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയാണ്. എല്ലാ കൊന്ത നമസ്കാരങ്ങളിലുമുള്ള പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, എല്ലാവരും ഒരിക്കൽ കൂടി ആ ബോധ്യത്തോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചു. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അത്രയ്ക്കും വലിയ ശക്തിയുണ്ട്. ഇപ്പം നമ്മൾ കണ്ടല്ലോ, ഈ കൊച്ചുവള് 10 വയസ്സുള്ളവളുടെ പേരെന്താ, അവൾ വന്ന് പറഞ്ഞത് കേട്ടോ, അവൾ സാക്ഷ്യപ്പെടുത്തിയത് കേട്ടോ. അവളൊരു കന്യാസ്ത്രീയാണോ, അവളൊരു അച്ഛനാണോ? അവൾ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ച വലിയ പാപികളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന കൊച്ചു ത്രേസ്യ നടത്തിയത് കന്യാസ്ത്രീ ആയതിനു ശേഷമല്ല. അതാണ് ആ 14 വയസ്സെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അവളുടെ വിളി തന്നെ ഉണ്ടായത്. ആ വിളി, ഇതാണ് എൻ്റെ വിളി എന്ന് മനസ്സിലായത്. ഇതാണ് എൻ്റെ വിളി എന്ന് മനസ്സിലായത്. അത് കൊച്ചു ത്രേസ്യയുടെ ബയോഗ്രഫിക്കലായിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പം നമ്മുടെ വിളി തിരിച്ചറിയണം. നമ്മുടെ വിളി ആത്മാക്കളെ നേടുക എന്നതാണ്. ആത്മാക്കളെ നേടുക. ഓക്കെ. അപ്പോൾ ഈ തനത് വിധി ഉണ്ട് എങ്കിലും ഉണ്ട്. പക്ഷെ ഈ തനത് വിധിക്ക് മരണത്തിന് ഒരു നിമിഷം മുമ്പ് വരെ ഈ രാജ്യം മാറ്റാൻ വിശ്വാസികളായ നമുക്ക് കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അതാണ് 4 പേര് കൂര പൊളിച്ചൊരു തളർവാദ രോഗിയെ താഴെ ഇറക്കി. തളർവാദ രോഗിക്ക് വിശ്വാസമില്ല, കാരണം അയാൾ തളർന്ന് മരവിച്ച് കിടക്കുകയാണ്. അവനെ ഇപ്പം വിശ്വാസം പഠിപ്പിക്കാൻ പറ്റുമോ? അവൻ കോമയിലാണ്. എന്നാൽ ഈ 4 കന്യാസ്ത്രീമാർ അല്ലെങ്കിൽ 4 മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ഇവനെ തോള് കുത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എടാ, നീ കടയ്ക്കപ്പിടി, നീ കാലുമ പിടിച്ചോളാം, ഞാൻ തലയ്ക്ക് പിടിച്ചോളാം, നീ പൊക്കടാ, പൊക്കിക്കോ, എടാ ഭയങ്കര ഭാരം, അത് സാരമിടാ, പൊക്കടാ നീ. എന്തായാലും ഇവനെ ഒന്ന് രക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ. ചേട്ടാ, തോള് വേദന എടുക്കണ്ട, ഇത് ഭയങ്കര തടിയാണ്ട, എന്തെങ്കിലും ആവട്ടാ, നമുക്ക് അങ്ങ് പൊക്കടാ, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടായാലേ കാര്യമുള്ളൂ. എന്തൊരു കഷ്ടപ്പെട്ടിട്ട് ഇവർ തോള് കുത്തി ഈ ഇവനെയും കൊണ്ട് വന്നേക്കാണ്. എന്തുകൊണ്ടാ? അവർ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം മൂലം ഇവരെ കർത്താവ് രക്ഷിക്കും. അപ്പം നമ്മുടെ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോണതിലല്ല വലിയ കാര്യം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, നല്ല കള്ളനും സ്വർഗത്തിൽ പോയി. അവൻ്റെ സ്വർഗം സ്വന്തം പ്രവേശനമല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ യേശുക്രിസ്തു പോലെയാണ്. അവൻ മറ്റൊരു യേശുക്രിസ്തുവാണ്. അവൻ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് അനേകരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിലാണ് അവൻ്റെ ക്രിസ്തീയത. അത് അവന് കൊടുത്തിട്ടുണ്ട്, അത് അവനിലുണ്ട്. അതാണ് അവനിലുള്ള കൃപ. ആ കൃപയുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും. അതായത് എനിക്ക് സ്വർഗത്തിൽ പോകുക മാത്രമല്ല, എൻ്റെ വിശ്വാസത്തിലൂടെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി, ഒരു കഴിവ്, ഒരു എബിലിറ്റി, ഒരു കേപ്പബിലിറ്റി, ഒരു ഡൈനാമിക് ഫോഴ്സ് എൻ്റെ വിശ്വാസത്തിലൂടെ വിശ്വാസമില്ലാത്ത ഒരുവനെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് വിശ്വസിച്ചേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. എൻ്റെ വിശ്വാസത്തിലൂടെ നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. ഞാൻ ഉപ്പാണ് കർത്താവേ. ഉപ്പ്
ഉപ്പാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപ്പ് എന്തിനുള്ളതാണ്? ഉപ്പ് വസ്തുക്കൾ കെട്ടുപോകാതെ സൂക്ഷിക്കാനുള്ളതാണ്. മീൻ ഉപ്പിലിടണ്, മാങ്ങ ഉപ്പിലിടണ്, ഫറവോയുടെ ശരീരം ഉപ്പിലിട്ടു. ഉപ്പ് കെട്ടുപോകാതെ, അതായത് നീ ലോകത്തിൻ്റെ ഉപ്പാണെന്ന് പറഞ്ഞാൽ നിന്നിലൂടെ ഒഴുകുന്ന വരപ്രസാദത്തിന് അനേകം ആത്മാക്കൾ നശിച്ചു പോകാതെ രക്ഷിക്കാനുള്ള കൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ബോധ്യത്തിലാണ് അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവൻ ഒരു വിശ്വാസമില്ലാത്തവനായാലും അവൻ ഭയാനകമായ പാപത്തിലുള്ളവനായാലും അവൻ മരിക്കുന്നതിന് മുൻപ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അവനെ ദൈവം ഇടപെടാൻ സാധ്യതയുണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ. നമ്മൾ വിചാരിക്കും അവൻ പള്ളിയിൽ വന്നിട്ടില്ല, അവൻ ഒരിക്കൽ പോലും കുർബാന, അവൻ കുമ്പസാരിച്ചിട്ടില്ല, ഇതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ദൈവം അവിടെ മരിക്കുന്നതിന് മുമ്പ് ഇടപെടാൻ എല്ലാ വഴികളുമുണ്ട്. പ്രത്യേകിച്ച് മാമോദീസ സ്വീകരിച്ച് ജീവൻ്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ട ഒരാത്മാവിനെ ദൈവം രക്ഷിക്കാൻ വേണ്ടി നമ്മളെ തന്നെയോ മറ്റു വ്യക്തികളെയോ മാലാഖമാരെയോ ഉപയോഗിച്ച് അവന് മാനസാന്തരത്തിൻ്റെ കൃപ കൊടുത്ത് അവനെ രാജ്യം മാറ്റും. ഇപ്പം നമുക്ക് തോന്നും, അപ്പോൾ ഈ ക്രിസ്തുവിനെ അറിയാത്തവരോ? റിഡൻഡോറിസ് മിസിയോ ഇതിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ അറിയാത്തത് അവരുടെ കുറ്റമല്ല. അതിൻ്റെ കുറ്റം ആരുടെയാണ്? ക്രിസ്തുവിനെ അറിയിക്കേണ്ടവർ അറിയിക്കാതിരുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരെയും ക്രിസ്തു കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശുന്നു. ഇല്ലേ? കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു എന്നതിലൂടെ ദൈവത്തിന് വിസ്മരണീയമായ രീതിയിൽ ആ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒരു ധ്യാനത്തിൽ ഒരു പെൺകുട്ടി വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. എൻ്റെ പേര് അമ്പിളി, ഞാനൊരു ഹിന്ദുവായിരുന്നു. ഞാൻ റേഡിയോയിൽ നിന്നോ ടി വിയിൽ നിന്നോ ഒന്നും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല. ആരും എന്നോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാനൊരു നോട്ടീസ് പോലും യേശുവിനെക്കുറിച്ച് വായിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ അമ്പിളി അമ്പിളി, ഓ എന്തോ ഒരു സ്നേഹനിർഭരമായ വാത്സല്യം നിറഞ്ഞൊരു ശബ്ദം. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ കിടക്കയുടെ അടുത്ത് വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, അങ്ങാരാണ്? അമ്പിളി, ഞാൻ നിൻ്റെ ഈശോ ആണ്. ഓ, അങ്ങനെ ഈശോ നേരിട്ട് എന്നെ കണ്ട് എന്നോട് സുവിശേഷം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്തോരം ടെസ്റ്റ് മണികളുണ്ടോ ഇല്ലയോ? നിങ്ങളൊക്കെ കേട്ട് കാണും. ഇപ്പോൾ ഞാൻ പേര് പറയല്ല, ഒരുപാട് ടെസ്റ്റ് മണികളുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് എല്ലാവരും യേശു ക്രിസ്തുവിലൂടെ തന്നെയാണ് രക്ഷ പ്രാപിക്കുന്നത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു കർത്താവെന്ന്. ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരും എല്ലാ മുട്ടും മടങ്ങും, പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ പ്രത്യാശയോടെ യേശു കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും, എല്ലാ ജാതി മതസ്ഥരും യേശുവിലൂടെ രക്ഷ പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും രക്ഷ ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എല്ലാവരും സത്യം അറിയുമെന്നും എല്ലാവരും സത്യം അറിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. നമ്മുടെ ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ പ്രലോഗ്, അതിൻ്റെ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്. ആദ്യത്തെ ഇതാണ് ആമുഖം. പിതാവേ, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച, അയ്യോ സമയം പോയില്ല ദൈവമേ, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യജ്ഞാനത്തിലേക്ക് വരണമെന്നും നമ്മുടെ രക്ഷകനായ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് രക്ഷ പ്രാപിക്കുന്നതിനായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴെ നൽകപ്പെട്ടിട്ടില്ല. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും നമ്മുടെ രക്ഷകനായ ദൈവം ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ അപ്പോൾ നമ്മൾ ഇനി പെട്ടെന്ന് ഓടാൻ പോവുകയാണ്. ഇപ്പോൾ ഒരുവിധം സമാധാനമായോ? കുറേ സംശയങ്ങളൊക്കെ മാറിയോ ഇല്ലയോ? ഇനി വളരെ എളുപ്പമാണ്. അടുത്തത് സ്വർഗം. എന്താണ് സ്വർഗം? ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗമാണ് സ്വർഗം. സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്തവും നിറവേറലുമാണ് സ്വർഗം. പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണത്. സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടുന്ന് ജീവിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വവും തങ്ങളുടെ തന്നെ പേരും നിലനിർത്തുന്നു അഥവാ കണ്ടെത്തുന്നു. തൻ്റെ മരണവും ഉത്ഥാനവും വഴി യേശുക്രിസ്തു നമുക്കായി സ്വർഗം തുറന്നു. ക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷയുടെ ഫലങ്ങൾ തികവോടും പൂർണ്ണതയോടും കൂടി സ്വന്തമാക്കുന്നതിലാണ് അനുഗ്രഹീതരുടെ ജീവിതം അടങ്ങിയിരിക്കുന്നത്. അവിടുന്ന് വിശ്വസിക്കുകയും അവിടുത്തെ ഇഷ്ടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തവരെ അവിടുന്ന് തൻ്റെ സ്വർഗീയ മഹത്വീകരണത്തിൽ പങ്കുകാരാക്കുന്നു. പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നു ചേരുന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മൾ വിശുദ്ധ കുർബാന ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. അപ്പം എന്തിനാണ് ശരണപ്പെടുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ശരണപ്പെടുന്നത്? നിങ്ങൾ എവിടെ പോകുന്നു ഉദ്ദേശിച്ചാൽ ശരണപ്പെടണേ? എവിടെ പോകുന്നു ഉദ്ദേശിച്ചാൽ ശരണപ്പെടണേ? സ്വർഗത്തിൽ പോകുന്നു തന്നെയാണ് ഉദ്ദേശിച്ച് ശരണപ്പെടേണ്ടത്. സ്വർഗം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് സ്വർഗം? പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം. കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗമാണ് സ്വർഗം. അതിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈ സ്വർഗീയ അനുഭവത്തിനാണ് വിശുദ്ധ കുർബാനയിൽ മുഴുവൻ. അപ്പോൾ അതാണ് സ്വർഗം. ഇനി ശുദ്ധീകരണ സ്ഥലം. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും സ്വർഗഭാഗ്യത്തിന് ഉറപ്പ് നേടിയവരാണ്. അത് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ പ്രിവിലേജാണത്. ഇപ്പം ഞാനൊരു ദൈവമകനാണ്. ഞാൻ ഈ ജീവിതത്തിൽ പൂർണ്ണമായ വിശുദ്ധീകരണം എനിക്ക് നടക്കാൻ പറ്റില്ല. ഇല്ലെങ്കിലും നീ വിഷമിക്കേണ്ടതാണ്, നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. ആ പൂർണ്ണ വിശുദ്ധീകരണം
എനിക്ക് മരണാനന്തരവും നടക്കാം. ഇറ്റ് ഈസ് മൈ പ്രിവിലേജ്. ആ പൂർണ്ണ വിശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിലും ഇതുണ്ടോ, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയമാകും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ പർഗറ്ററി ശുദ്ധീകരണ സ്ഥലം, ഇതൊക്കെ പേരുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊന്നും ഒരു സ്ഥലമല്ല, ഇറ്റ് ഈസ് അതൊരവസ്ഥയാണ്. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും തെന്ത്രിലെയും സൂനോദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ്. സഭയുടെ പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ മരണാനന്തരം ശുദ്ധീകരണം എന്ന ഒന്നുണ്ട്. എന്നാൽ അതിനു മുമ്പും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാവുന്നതുമാണ്. എന്താ വേണ്ടേ? എന്തു വേണം? അപ്പം നിങ്ങൾ നിങ്ങൾ പറയും എനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ശുദ്ധീകരണം നടക്കണം മുഴുവനും. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ പോയിട്ടേ പോകുള്ളൂ എന്ന് വിചാരിക്കണേ? ഇതാണ് കൊച്ചുറസ്യ പുണ്യവതിയുടെ ആത്മകഥയിൽ പറയുന്നത്. കൊച്ചുറസ്യ പുണ്യവതി ഇങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്, ഞാൻ നേരിട്ട് സ്വർഗത്തിൽ പോകണം. പക്ഷേ എന്നിരുന്നാലും മരണാനന്തരം ശുദ്ധീകരിക്കപ്പെടാനുള്ള എല്ലാ അവസരമുണ്ട്. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും എന്തോ കാരണവശാൽ പൂർണ്ണ വിശുദ്ധീകരണം നടന്നില്ലെങ്കിലും ദൈവമകനായ എന്നെ ദൈവം മരണാനന്തര ശുദ്ധീകരണം നടത്തി സ്വർഗത്തിൽ കൊണ്ടുപോകും. അതായത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മൾ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹ കർത്താവിൻ്റെ വില തീരാത്ത തിരുരക്തത്തെ പ്രതി മരിച്ച ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മരിച്ചത് ആരാണ്? ഇവിടെ വിശ്വാസിയാണ്. മരിച്ച വിശ്വാസി ഒന്ന് പറഞ്ഞ്, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ. ഒരു വിശ്വാസി മരിച്ചാൽ അയാൾ എവിടെ പോകും? അയാൾ സ്വർഗത്തിൽ പോവും. പക്ഷേ ആ സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ആരുടെ വിശുദ്ധീകരണം, എങ്ങനെയാണ് അയാൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്? ഓ എൻ്റെ നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരുച്ചോരയുടെ യോഗ്യതയാൽ മരിച്ച ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഒരു ദിവസം ഞാൻ ഈ പഠനം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഓ ആശ്വാസമായി, ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഈ ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ഒരു ഇൻ്റർവ്യൂ പോയിൻ്റ് പോലെയാണ്. പാസ്സായാൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്തിൽ പോകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നില്ല, കാരണം ഇതെപ്പോഴും ഒരു സംശയമാണ്. കാരണം ഒരുപാട് കൊച്ചു പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് നിങ്ങളാരെങ്കിലും ഒരു പുസ്തകം കൊണ്ടുപോകും, അതിലൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്. സാധാരണ അതാണ്. അതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് ഇതാണ്, CCCയിൽ ഇതിനെക്കുറിച്ച് 4 പാരഗ്രാഫ് എഴുതിയിട്ടുള്ളൂ, എന്നിട്ട് ഒരു പുസ്തകം മുഴുവനും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊന്നും സഭയുടെ പ്രബോധനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഈ സഭാപ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായി മുന്നേറുന്നതാണ് നല്ലത്. അപ്പോൾ മരിച്ച വിശ്വാസികളുടെ മേൽ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ എന്ത് വിശ്വാസത്തിലാണത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അവൻ അവിടെ കിടന്ന് ഭയങ്കരമായി കഷ്ടത അനുഭവിക്കുന്നു,
അപ്പം ഇതെല്ലാം ഒരുപാട് പ്രൈവറ്റ് റെവലേഷനുകളാണ്. പല പുണ്യവാന്മാർക്കും പുണ്യവതികൾക്കും ഒരുപാട് ദർശനങ്ങളും സന്ദേശങ്ങളും ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ട്. അവയെല്ലാം സഭ പരിശോധിച്ചിട്ട് അതിൽ ആവശ്യമുള്ളതായിരുന്നു ഇവിടെ ചേർത്തേനില്ലേ. ഈ ദർശനങ്ങളും ഇതെല്ലാം പ്രൈവറ്റ് റെവലേഷൻസാണ്. അത് ഒരു വിശുദ്ധമായ ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വാണിംഗ് ആണ്. ഒരുപാട് സന്ദേശങ്ങളിൽ വാണിംഗ് മെസ്സേജ് ഉണ്ട്, പ്രോഫറ്റിക് മെസ്സേജ്. എന്താ വാണിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു രോഗിയാണ്. സപ്പോസ് നിങ്ങളൊരാളൊരു ക്യാൻസർ രോഗിയാണ്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം, എൻ്റെ കാര്യം സീരിയസ് ആണ്, ഈ മരുന്ന് കഴിക്കണം. ശരി സാറേ, മരുന്ന് കഴിച്ചു. അടുത്ത ആഴ്ച എന്ന് കഴിഞ്ഞപ്പോൾ രോഗം കൂടി. എന്തു പറ്റി? ഈ മരുന്ന് കഴിച്ചില്ലേ? അതെ, എനിക്ക് അതങ്ങ് കഴിക്കാൻ തോന്നിയില്ല സാറേ. അയ്യോ നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ചാവും. എന്താ ഡോക്ടർ പറഞ്ഞേ? ഡോക്ടർ എന്ത് പറഞ്ഞേ? നീ ചാവും എന്ന് പറഞ്ഞാൽ അയാൾ ചാവണമെന്നാണ് ഡോക്ടറുടെ ആഗ്രഹം. നീ ചാവും. എങ്ങനെയല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ചാവും. എന്നാൽ ഈ മരുന്ന് കഴിച്ചാൽ നീ രക്ഷപ്പെടും. ഇതാണ് ഉടനീളം ബൈബിൾ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു വന്നിരിക്കുന്നു. നീ യേശുവിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി, നീ ചാവില്ല, നീ രക്ഷ പ്രാപിക്കും, നീ നരകത്തിൽ പോവില്ല. അല്ലെങ്കിൽ നീ നരകത്തിൽ പോവും. അവിടെ കെടാത്ത തീയും പുഴുവും എല്ലാം ഉണ്ട്. നീ നരകത്തിൽ പോവും. എങ്ങനെയല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ നരകത്തിൽ പോണ കണ്ടേക്കണു, കുറേ ആത്മാക്കൾ നരകത്തിൽ പോയേക്കണു, ദർശനം കണ്ടു. ദർശനമുണ്ട്. എന്തുകൊണ്ട് നരകത്തിൽ പോയേക്കണതിൻ്റെ ദർശനം കാണിക്കണു? വാണിംഗ് ആണത്. നീ യേശുക്രിസ്തുവിൽ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ആത്മാക്കള് എന്ത് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് തിരിച്ചു വരിക എന്നത് മാത്രമല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ. യേശുക്രിസ്തുവിൽ അവൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പാപത്തിന് യേശു പരിഹാരം ചെയ്തേക്കേണ്ട യോഗ്യത മുഴുവൻ അവന് കിട്ടിയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ എന്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം? യേശുക്രിസ്തുവിൽ. ഈ പാപം ചെയ്യുന്ന ആളുകളെല്ലാം യേശുക്രിസ്തുവിലേക്ക് വരാൻ, മാനസാന്തരപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യാതൊരു സംശയമില്ല. അതാണ് എല്ലാ മെസ്സേജുകളുടെയും ഉള്ളടക്കം. അതുകൊണ്ടാണ് ഒരു വശത്ത് ഇങ്ങനത്തെ ദർശനവും ഇങ്ങനത്തെ വിഷനുകളും കാണിച്ചിട്ട് മറുവശത്ത് പറയണം, അയ്യോ മക്കളെ പ്രാർത്ഥിക്കുക. മനസ്സിലായ? ഓക്കെ. അപ്പോൾ അതാണ് ശുദ്ധീകരണ സ്ഥലം. ഇനി എന്താണ് നരകം? മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ മരിക്കുക എന്നതിനർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. 3 കാര്യങ്ങളാണ് അവിടെ ആവശ്യം ഒരാൾ നരകത്തിൽ പോകാൻ. ഒന്ന്, ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ഈ കരുണാർദ്രമായ സ്നേഹത്തെ തിരസ്കരിക്കുക. അതായത് ദൈവപിതാവ് യേശുവിനെ മനുഷ്യനായി അവതരിപ്പിച്ചു, യേശു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു, ഇതൊന്നും അവൻ വിശ്വസിക്കുന്നുമില്ല. അവൻ എനിക്ക് ആ യേശുവിനെ വേണ്ട, ഞാൻ തിരസ്കരിക്കുന്നു. അതാണ് നമ്മൾ ആ ഫിലിമിൽ ഫ്രാൻസിനി പറയണത്. അങ്ങനെ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. 2000 വർഷം മുമ്പ് ഒരാൾ മനുഷ്യർക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇത് റിയൽ ഡയലോഗുകളാണ് അതിൻ്റെ. ഹെൻറി ഫ്രാൻസിനി. അപ്പം എന്ന മാതിരി ഒരാൾക്ക് യേശുവിനെ തിരസ്കരിക്കാം.
അങ്ങനെ തിരസ്കരിക്കുകയും ആ രക്ഷാകര ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷാകര വ്യവസ്ഥിതിയെ തിരസ്കരിക്കുകയും. പോയിന്റ് 1. അതേ സമയത്ത് തിരസ്കരിക്കുമ്പോൾ തന്നെ അവൻ പാപത്തിലായി ഇല്ലേ? അവൻ മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിൽ. 2. 3. ആ അവസ്ഥയിൽ മനസ്തപിക്കാതെ മരിക്കുന്നു. ഇത് 3ലുമാണ് ഒരു ആത്മാവ് നരകത്തിലേക്ക് പോകുന്നത്. അതാണ് മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം അത് അയാളുടെ സ്വതന്ത്ര തീരുമാനപ്രകാരമാണ്. കർത്താവ് അയാളെ നരകത്തിൽ കൊണ്ടുപോകുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് അയാൾ രക്ഷിക്കപ്പെടണമെന്നാണ്. അയാളുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള ഈ സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു. വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗഹന്നയെപ്പറ്റി യേശു കൂടെ കൂടെ പറയുന്നുണ്ട്. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. തൻ്റെ മാലാഖമാരെ താൻ അയക്കുമെന്നും അവർ തിന്മ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്നും ഒരു തീച്ചൂളയിലേക്ക് എറിയുമെന്നും ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്ന് അകന്ന് നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നും യേശു താക്കീത് ചെയ്യുന്നുണ്ട്. ഇത് യേശു താക്കീത് ചെയ്യുമ്പോഴും യേശു ആഗ്രഹിക്കുന്നത് എന്താ? കാരണം യേശു ജീവൻ കൊടുത്തവനെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ആ രക്ഷ അവൻ തിരസ്കരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരെണ്ണം ഇവിടെ എഴുതിയിരിക്കുകയാണ്. തുടർന്ന് 1037 നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയലും മാരകപാപവും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും അത്യാവശ്യമാണ്. ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിന് സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളെ അപേക്ഷിക്കുന്നുണ്ട്. സഭ എല്ലാ ദിവസവും എല്ലാ കുർബാനയിലും എല്ലാ നമസ്കാരങ്ങളിലും നാമപ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ്: പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. അപ്പോൾ ഇതാണ് നരകം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തു പാപപരിഹാരം ചെയ്തത് എല്ലാവരുടെയും പാപം ഏറ്റെടുത്തുകൊണ്ടാണ്, എല്ലാവരെയും സ്വർഗത്തിൽ ചേർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആദത്തിൻ്റെ പാപം മൂലം കലുഷിതമായ അവസ്ഥയിൽ നിന്നാണ് ദൈവം മനുഷ്യരെ രക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള 1-2 പോയിന്റ് ഉണ്ട്. ഒരു കോൺട്രവേഴ്സ്യൽ പോയിൻ്റാണ് ഇപ്പോൾ യൂദാസ് എവിടെ പോയി. ഇതിൽ തന്നെ 2 ചിന്തകൾ സഭയിൽ തന്നെ വലിയ ആളുകൾ പറയുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട്, കർത്താവ് ഈശോ മിശിഹ തന്നെ പറഞ്ഞു, നാശത്തിൻ്റെ പുത്രൻ ഒഴിച്ച് എല്ലാവരും അല്ലെങ്കിൽ ഇത് പറയുമ്പോഴും മറ്റൊരു വിധത്തിൽ പറയുന്നുണ്ട്, ആരും നഷ്ടപ്പെടാതെ എല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്നെ അയച്ചത്. എൻ്റെ ആടുകളിൽ ഒന്നിനെപ്പോലും ഞാൻ നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല എന്ന്. വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പറയുന്നത്, യൂദാസ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അപ്പസ്തോലനാണ്.
ആ അപ്പസ്തോലനായിട്ട് ജൂദാസിനെ തിരഞ്ഞെടുത്തപ്പോഴേ ജൂദാസിൻ്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവിന് അറിയാമായിരുന്നു. ചില സഭാപിതാക്കന്മാർ പറയുന്നത് ജൂദാസിന് അപ്പം കൊടുത്തപ്പോൾ കർത്താവ് അവനിലേക്ക് നിത്യജീവനാണ് കൊടുത്തത്. അവൻ ഏത് തരത്തിലുള്ള മരണമാണ് അവൻ ഉണ്ടാകാൻ പോകുന്നതെന്ന് കർത്താവിന് അപ്പോൾ അറിയാമായിരുന്നോ ഇല്ലയോ? അറിയാമായിരുന്നോ? അവന് ആ മരണത്തിൻ്റെ കുടുക്ക് കഴുത്തിൽ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് കർത്താവ് അവന് ജീവന്റെ അപ്പം കൊടുക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ കരുണയുടെ വലിയ രഹസ്യമെന്ന് അതേസമയത്ത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ്. അപ്പക്കഷ്ണം തിന്ന മാത്രയിൽ അവനിൽ പിശാച് കയറി എന്ന് പറയുന്നത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ദൈവം പിശാചിനെ അനുവദിച്ചു. കർത്താവ് തന്നെ യൂദാസിനോട് പറഞ്ഞു, ഇനി നീ ചെയ്യാനുള്ളത് ചെയ്യുക, എന്നത് പറഞ്ഞപ്പോൾ ആണ് പിശാചിന് യേശു അനുവാദം കൊടുത്തു. നീ ചെയ്തോ. എന്താ ചെയ്യാനുള്ളത്? ഈ രക്ഷാകര പദ്ധതിയിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായ കുരിശ് യേശുവിനെ പീഡ സഹിക്കുന്നതിനായിട്ട് ഒറ്റിക്കൊടുക്കുക. അതാണ് കുർബാനയിലെ വളരെ പ്രധാനമായൊരു വാക്കാണ് യൂദാസിലൂടെ നിർവഹിക്കപ്പെട്ടത്. എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വാക്കാണ്, അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ സ്വമേധയാ അവൻ. അപ്പോൾ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രി, അതിനുവേണ്ടി യൂദാസിനെ ഏർപ്പെടുത്തി. യൂദാസിന് ഈശോ തൻ്റെ ശരീരം ആ അപ്പം കൊടുത്തപ്പോൾ അവനെ രക്ഷയിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് ഒരു വിഭാഗം സഭാപിതാക്കന്മാരുടെ ചിന്ത. ഇനി ഞാനിത് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വായിക്കും. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണാം അവൻ അവിടെ, അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നല്ല പ്രത്യാശയാണ്. നമ്മളെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് പല കാര്യങ്ങളും അതിന് ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോയിന്റ് ഒരു പക്ഷേ അന്ത്യവിധിയിൽ 1040 അവസാനം പറയുകയാണ്, ദൈവത്തിന്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്ത സർവ അനീതികളെയും കീഴടക്കുമെന്നും ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ പ്രബലമാണെന്നും അന്ത്യവിധി വെളിപ്പെടുത്തും. ഇത് അതിൻ്റെ ക്ലൈമാക്സ് എന്താണ്? ദൈവത്തിൻ്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്ത സകല അനീതികളെയും കീഴടക്കും. സൃഷ്ടിയോ സൃഷ്ടാവോ? ആരാ വലുത്? സൃഷ്ടാവ് ആണ്. തൻ്റെ സൃഷ്ടികൾ ചെയ്ത സകല അനീതിയെയും കീഴടക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. അതിൻ്റെ മേൽ വിജയം വരിക്കുന്നു. സ്നേഹം മരണത്തേക്കാൾ പ്രബലമാണെന്ന് അന്ത്യവിധി വെളിപ്പെടുത്തും. പല കാര്യങ്ങളും നമുക്ക് അന്ത്യവിധി സമയത്തെ മനസ്സിലാവുള്ളൂ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളെയൊക്കെ സ്വർഗത്തിൽ കാണുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. എടാവൂ നീ എങ്ങനെ ഇവിടെ വന്നടാ. ക്ഷമിക്കണം. അപ്പോൾ ഇതെല്ലാം ഇതിൽ കൂടുതൽ നമ്മളിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. അന്ത്യവിധിക്ക് 1038. എന്താണ് അന്ത്യവിധി? അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനം ഉണ്ടാവും. അപ്പം അന്ത്യവിധി എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷാവിധിയുടെ ചിത്രമല്ല നമുക്ക് കാണേണ്ടത്, ഒരു മഹത്വീകരണത്തിൻ്റെ ചിത്രമാണ് കാണേണ്ടത്. സഭ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി മണവാളൻ സഭയെ പിതാവിന് സമർപ്പിക്കുന്നു. അതാണ് അന്ത്യവിധിക്ക് മുൻപായിട്ട് എന്തുണ്ടാകണം?
രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യം. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ വേലയാണ് അത്യാവശ്യം. എന്താണ് സുവിശേഷം? നമ്മൾ ഇന്ന് കേട്ട ഈ ദൈവനീതിയാണ് സുവിശേഷം. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. അതാണ് ഈശോ പറഞ്ഞത്, സകല മനുഷ്യരുടെയും സകല ജനതകളുടെയും 24:14 മത്തായി, സകല ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണം. അതിനുശേഷം അന്ത്യം ആഗതമാകും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ 2000 വർഷമായിട്ട് ഇപ്പോഴാണ് ഈ സുവിശേഷം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടണുള്ളൂ പുസ്തകമായിട്ട്. അപ്പോൾ സമയമെടുക്കും. ധൃതി പിടിക്കണ്ട. ആദ്യം ഈ സുവിശേഷം നമ്മൾ പഠിക്കാം, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാം, ആ സുവിശേഷം നമ്മൾ അനുഭവിക്കാം, ആ സുവിശേഷത്തിലൂടെ നമ്മൾ രൂപാന്തരപ്പെടാം. അപ്പോൾ അത് പ്രഘോഷിക്കാൻ പറ്റും. അപ്പോൾ ആ യഥാർത്ഥമായ സുവിശേഷം, ഈ സുവിശേഷം ഇപ്പോഴും വരുന്നേ ഉള്ളൂ. ഈ കരുണയുടെ വർഷത്തിൽ പോപ്പ് ഫ്രാൻസിസ് എന്തോരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും, അപ്പോൾ ഈ 2016 ആണ്ടിലാണ് ദൈവം കരുണയാണെന്ന് തന്നെ ഇത്രയും ഒരു വർഷം മുഴുവനും നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും. പക്ഷെ എന്നിട്ടും നമ്മൾ മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ദൈവം കരുണയാണ്. ദൈവം പാപിയെ തോളിലേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകണവനാണ്. പാപിയെ തോളിലേറ്റി, പാപിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തോളിലേറ്റി കൊണ്ടുപോകും. അപ്പോൾ ഈ സുവിശേഷം രാജ്യം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യം. അപ്പോൾ ഈ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും, ഈ ചൈന, പാകിസ്ഥാൻ, റഷ്യ, സൈബീരിയ, ഈ സകല രാജ്യത്തുമുള്ളവർ എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ വിശ്വസിച്ചാലാണ് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു വീര്യം നമുക്കുണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് പറയും, ഫരിസേയരോട് പറഞ്ഞ പോലെ, അവരെ വിട്ടേക്ക്, അവരെ ഇപ്പോൾ ഉപയോഗിക്കണ്ട. എന്താ? അവരിപ്പോഴും സുവിശേഷത്തിന് രഹസ്യം മനസ്സിലാക്കിയിട്ടില്ല. അവർ അന്ധരെ നടത്തുന്ന ഇങ്ങനത്തെ ഭയങ്കര ഷാർപ്പ് വാക്കുകളാണ് നമുക്ക് തോന്നും, പക്ഷേ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാവുക. അപ്പം നമ്മളിൽ ഇനിയും അന്ധത മാറണം. സുവിശേഷത്തിൻ്റെ പ്രകാശം നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കൊരു വിശ്രമം ഉണ്ടാവില്ല. എന്നെ നോക്കൂ, ഞാൻ പറയണത് എന്നെ പൊക്കി പറയാൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങൾക്കൊരു മാതൃകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരനാണ്. എനിക്കൊരു ദിവസം വിശ്രമമില്ല, പക്ഷെ എനിക്ക് തളർച്ചയുമില്ല. കാരണം ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ഇതുപോലെ വിശ്രമമില്ലാത്ത രീതിയിൽ ലോകം മുഴുവനും നിങ്ങളെ കൊണ്ട്. കഴിഞ്ഞ 2 മാസത്തിനകത്ത് ഞാൻ എത്ര രാജ്യങ്ങൾ പോയി എന്നറിയാം, എത്ര രാജ്യങ്ങൾ. അപ്പം ഞാനിത് പറയണത്, സുവിശേഷം എന്നത് ഇപ്പോഴും നമ്മൾ പ്രഘോഷിക്കാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സുവിശേഷം നമ്മൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ദൈവനീതി മനസ്സിലാകുമ്പോഴാണ് സുവിശേഷം മനസ്സിലാകുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പടരും ലോകം മുഴുവൻ. അതിനുശേഷം അന്ത്യമാഗതമാകും. ആ അന്ത്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ മരിച്ചവരെല്ലാവരും ഉയർപ്പിക്കപ്പെടും. ഇനി ഇതാണ് ഒരുപാട് പ്രതീകങ്ങളാണ്. സൂര്യൻ ഇരുളും, ചന്ദ്രൻ രക്തവർണ്ണമാകും. ഇതിനെല്ലാം അക്ഷരാർത്ഥത്തിൽ ഒരിക്കലും ചിന്തിക്കരുത്. ഇപ്പം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റ് നമ്മളുടെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ പുറത്ത്, പകല് രാവിലെ അത് ഓഫ് ചെയ്യേണ്ട ശുശ്രൂഷകൻ കിടന്നുറങ്ങിപ്പോയി, അങ്ങനെ ഓഫ് ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിച്ചോ.
സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വല്ല പ്രകാശവും തോന്നുമോ? ആ സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞൂടാ. എന്ന പോലെ സൂര്യനേക്കാൾ 1000 മടങ്ങ് ശോഭയോടെ യേശു വീണ്ടും വരുമ്പോൾ ഈ സൂര്യനെ നമ്മൾ കാണുക പോലുമില്ല. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അത്രയ്ക്ക് പ്രഭാപൂർണമായ ഒരു പ്രകാശമാണ് ഉണ്ടാകുക. അങ്ങനെ സിംബോളിക് ആയിട്ടാണ് അതിനെല്ലാം മനസ്സിലാക്കേണ്ടത്. ഈ എല്ലാം ഒരു സുനാമി വന്നെല്ലാം ഇടിഞ്ഞു വിളിഞ്ഞ് പോകുന്നല്ല മനസ്സിലാക്കേണ്ടത്. ഭൂമി മുഴുവനും ദൈവികമായ ഒരു ശക്തിവിശേഷത്തിലൂടെ രൂപാന്തരീകരിക്കപ്പെടും. അങ്ങനെ സകലതും ഒരു പുതിയ സൃഷ്ടിയായി മാറും. പിന്നെ ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പോൾ അതെല്ലാം ഒരു നാശകരമായ അവസ്ഥ അല്ല മനസ്സിലാക്കേണ്ടത്. പണിയുന്നോർസ്ലേം നഗരീതാ കരുണാവാരിധി അവനല്ലോ, ചിതറിയൊരു ഇസ്രായേൽ ജനതയെ. അപ്പോൾ ഈ പുതിയ ഓർസ്ലേം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ല, ഒരു സ്പിരിച്വൽ അവസ്ഥയാണ്, ഒരവസ്ഥയാണ്. കബറിടങ്ങളിലുള്ളവരെല്ലാം മനുഷ്യപുത്രൻ്റെ സ്വരം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും രണ്ടുപേരും ഉയർക്കും. അപ്പോൾ ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ സകല മാലാഖമാരോടും കൂടി വരും. അവിടുത്തെ മുൻപിൽ എല്ലാ ജനതകളും ഒന്നിച്ചു കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ തൻ്റെ ഇടതുവശത്തും നിർത്തും. അവർ നിത്യശിക്ഷയിലേക്കും എന്നാൽ നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. അപ്പോൾ നിത്യശിക്ഷ ഉണ്ട്. ആർക്കാണ് നിത്യശിക്ഷ? ഈ നരകത്തിലുള്ളവർക്ക്. അതായത് യേശുവിനെ, രക്ഷയെ തിരസ്കരിച്ച് മാരകപാപത്തിൽ മരിച്ച് അവർ നിത്യശിക്ഷ കിട്ടും. എന്താ നമ്മൾ ആഗ്രഹിക്കണേ? ആരെല്ലാം അതിനകത്തേക്ക് വിടണം? ആരെങ്കിലും അങ്ങനെ പോകണമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? കർത്താവ് ശമിശയ്ക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഒന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ ആ അവസ്ഥയിൽ ആരും പോകാതെ അവരെ സഹായിക്കണമെന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം. എന്താ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം? എന്തിനാണ് ഈ വിശ്വാസം തന്നേക്കണത്? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വിശ്വാസിയാണ്. നമുക്ക് ഇച്ചിരി കാശ് കിട്ടണം, ഒരു സ്ഥലം മേടിക്കണം, അതിന് വലിയൊരു മതിൽ കെട്ടണം, അവിടെ നല്ലൊരു പെരേട ഉണ്ടാക്കണം, സുഖമായിട്ട് ജീവിക്കണം. അതല്ല വിശ്വാസത്തിൻ്റെ മാനദണ്ഡം. വിശ്വാസത്തിൻ്റെ മാനദണ്ഡം നമ്മളും സ്വർഗത്തിൽ പോകുക മാത്രമല്ല, നരകത്തിലേക്ക് കാല് നീട്ടിയിരിക്കണം അവനെയും പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. ഇതാണ് ഒരു വിശ്വാസിയുടെ വെല്ലുവിളി. അതിനാണ് വിശ്വാസം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ജോസഫ് അവസാനം തൻ്റെ സഹോദരരോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. വാ, നമുക്കെല്ലാം ഒരുമിച്ച് ഇവിടെ താമസിക്കാം. ഞാൻ നിങ്ങൾക്ക് മുമ്പേ വന്നത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കന്നുകാലികളും എൻ്റെ കൂടെ തങ്ങിക്കോ. അപ്പോൾ നമ്മുടെ വിശ്വാസം ഇങ്ങനെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഭൗതികമായ കാര്യത്തിൽ അല്ല, മറിച്ച് സ്വർഗീയമായ, ആത്മീയമായ, സ്വർഗീയമായ ഒരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ അവതരിപ്പിച്ചായിരുന്നു, പിതാവ് തന്നെ, പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞു, അന്ത്യവിധിയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് 2 അഡ്വക്കേറ്റുമാരുണ്ട്. അവരിപ്പോഴേ നിങ്ങളുടെ കൂടെയുണ്ട്. അവർ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് അടങ്ങുള്ളൂ. ആരാണ് 2 അഡ്വക്കേറ്റുമാർ? ഈശോയും പരിശുദ്ധാത്മാവും. അപ്പം ഞാൻ പറഞ്ഞു,
എൻ്റെ അന്ത്യവിധി ഒന്നും കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യട്ടെ. എൻ്റെ അന്ത്യവിധി തോമസ് പോൾ കൊടിയൻ, യെസ്, ഐ ആം ഹിയർ. ഉടനെ എൻ്റെ 2 അഡ്വക്കേറ്റുമാർ വന്നു, പറഞ്ഞു, ഐ ആം ജീസസ് ക്രൈസ്റ്റ്. യെസ്. ഈ തോമസ് പോൾ വളരെ വലിയ പാപിയായിരുന്നു. എന്നാൽ ഇവൻ്റെ സകല പാപങ്ങളും ഞാൻ കുരിശിൽ ഏറ്റെടുത്തതിന് പരിഹാരം ചെയ്തിരിക്കുകയും ആ രഹസ്യം അവൻ വിശ്വസിക്കുകയും അതവൻ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തിരിച്ചതുകൊണ്ട് അവൻ്റെ സകല പാപങ്ങളും മായ്ക്കപ്പെട്ടിരിക്കുന്നു. അവന് നീതിയുടെ കവചം ധരിച്ച് വസ്ത്രം ധരിച്ച് അവനെ സ്വീകരിച്ചാലും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും എതിരുണ്ടോ ഇവിടെ പറയാൻ? പറഞ്ഞോളൂ. എതിർ പാർട്ടി വക്കീൽ കാണില്ലേ അവിടെ? ഉടനെ പരിശുദ്ധാത്മാവ് ഓടി വന്നിട്ട് പറയുകയാണ്, ഈ തോമസ് പോൾ തൻ്റെ ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നേടിയിരിക്കുന്നത് കൊണ്ട് ഇവന് ഒരു ഗോൾഡ് മെഡലും കിരീടവും അണിയിച്ചാലും. പരിശുദ്ധാത്മാവ്, ഇതാണ് നമ്മുടെ അന്ത്യവിധി. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അവിടെ സകല മാലാഖമാരും നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് ഗാനമാലപിച്ചുകൊണ്ട് സങ്കീർത്തനം 45 പാടുകയാണ്, രാജകുമാരി സ്വർണ്ണക്കസവുടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവി. മനസ്സിലായോ? രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഭയാകുന്ന മണവാട്ടി എല്ലാ ജാതി മതസ്ഥരും യേശുവിനെ രാജാവായി സ്വീകരിച്ചു, യേശുവിൽ വിശ്വസിച്ചു. മണവാളൻ മണിയറയിൽ നിന്നും മല്ലനെ പോലെ പ്രസന്നതയോടെ പുറത്തു വരുന്നു. അവൻ രാജ്യം സ്വന്തമാക്കിയിരിക്കുന്നു. വിജയകാഹളം. മണവാട്ടി ശരീരം ഉയർത്ത് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അതാണ് സ്വർണ്ണക്കശ ഉടയാട ചാർത്തുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും നമ്മളങ്ങ് വിശ്വസിച്ച് കഴിയുമ്പോൾ ഇവിടെ വെച്ച് തന്നെ ആ അന്ത്യവിധിയിലുള്ള സ്വർഗീയ അനുഭൂതിയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയുന്നത്. മനസ്സിലായോ? എന്താ പറയണേ? ഈ സ്വർഗരാജ്യത്തിൻ്റെ ഈ അന്തിമ വിജയത്തിൻ്റെ ഉടയാട ചാർത്തുന്ന ആ മഹത്വീകൃതമായ അവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട്, സ്വർഗരാജ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതിൻ്റെ ഒരു മുൻ ആസ്വാദനം ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുകയാണ്. അതാണ് പ്രത്യേകിച്ച് സീറോ മലബാർ കുർബാന സ്വർഗ ഭൂമിയിൽ, അതായത് സ്വർഗവും ഭൂമിയും ഒരു സെലിബ്രേഷനാണെന്ന് പറയണം. ഓക്കെ, കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല, ലോകം അവസാനിച്ചിട്ടേ ഉള്ളൂ. ഇനി എന്താ ഉണ്ടാവുന്നത്? പണിയുന്നോർ സ്ലേം നഗരീതാ കരുണ. ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്ലേം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. അന്ത്യവിധിക്ക് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇത് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്.
സമയത്തിൻ്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തും. സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കും. പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യവംശത്തോടൊപ്പം മനുഷ്യനോട് ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നതും അവനിലൂടെ സ്വന്തം ഭാഗധേയം പ്രാപിക്കുന്നതുമായ പ്രപഞ്ചം തന്നെയും ക്രിസ്തുവിൽ പരിപൂർണമായി പുനഃസ്ഥാപിക്കപ്പെടുന്നു. സമയം വരുമ്പോൾ സഭ സ്വർഗീയ മഹത്വത്തിൽ പൂർണ്ണത നേടും. പുതിയ പ്രപഞ്ചത്തിൽ മനുഷ്യവംശത്തെയും ലോകത്തെയും രൂപാന്തരപ്പെടുത്തുന്ന നിഗൂഢാത്മകമായ ഈ നവീകരണത്തെ വിശുദ്ധ ഗ്രന്ഥം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് വിളിക്കുന്നു. സ്വർഗരാജ്യത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ക്രിസ്തുവിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ സുനിശ്ചിതമായ സാക്ഷാത്കാരമായിരിക്കും ഇത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇതെല്ലാം മുഴുവനും മനസ്സിലായില്ലെങ്കിലും കുറേ ഒരു രൂപരേഖ കിട്ടിയോ ഇല്ലയോ? ഇനി നിങ്ങൾ ഈ കാറ്റഗിസം വേണ്ടി പഠിച്ചാൽ തന്നെ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ എന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതെല്ലാം ഇനി മനസ്സിലാവുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേഴ്സണൽ പ്രെയർ കടലാസിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സുണ്ട്, എൻ്റെ ടെലിഫോണുമുണ്ട്. അത്യാവശ്യം ഇതിൽ സംശയമുള്ളവർ എന്നോട് നേരിട്ട് ഫോൺ വിളിക്കാവുന്നതാണ്. ഞാൻ എവിടെയാണെങ്കിലും എന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഫോൺ എടുക്കില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോൺ വിളിക്കണം. ഞാൻ ആ നമ്പർ കാണും. ഞാൻ പിന്നെ രാത്രിയിലോ സൗകര്യം പോലെ പിറ്റേ ദിവസമോ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. മനസ്സിലായോ? അതെൻ്റെ വാട്സപ്പ് നമ്പറും കൂടിയാണ്. വേണമെങ്കിൽ എഴുതിയെടുത്തോ. 0091 944 719 6033. അത് ആ പാട്ടുകളിലെ എന്താണ് പേഴ്സണൽ പേരിലുണ്ട് ഒരു മൊബൈൽ നമ്പർ 944 70091 944 719 6033. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വിളിക്കാം. അവർ ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വോയിപ്പിലൂടെ വിളിക്കരുത്. ആദ്യം ഡയറക്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും എനിക്കൊരു മിസ് കോൾ തരുമ്പോൾ ഞാൻ നിങ്ങളുടെ നമ്പർ മനസ്സിലാകും. വോയിപ്പിലൂടെയോ ഇൻ്റർനെറ്റിലൂടെ വിളിക്കുകയാണെങ്കിൽ അൺനോൺ നമ്പറിന്നോ പ്രൈവറ്റ് നമ്പറിന്നേ കാണുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ട് ഇതിൻ്റെ ആവശ്യം ഇതാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് കാറ്റഗീസത്തിലും ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് തീർക്കേണ്ടതാണ്. അതൊരു പക്ഷേ മറ്റുള്ളവരോട് ചോദിച്ചാൽ ഈ കാറ്റഗീസത്തിലെ തന്നെ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഉത്തരം കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആ സംശയം മാറ്റുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മളിനി ഉടനെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ക്ലാസ് ഇതിൻ്റെ ആവശ്യമില്ല. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നെ വസിക്കുന്ന വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് എല്ലാവിധ വരദാനങ്ങളും നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരം നൽകണേന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, അതെന്നിൽ തുറക്കണമേ. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഈ അഭിഷേക പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇത്രയും വലിയ ഈ ലോകത്തിലെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇതുപോലെ ഇത്രയും വലിയ ഒരു ധ്യാന കേന്ദ്രം, പ്രധാനമായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ സെഹിയോൻ അട്ടപ്പാടി മിനിസ്ട്രിയുടെ ഈ അഭിഷേകാഗ്നി മിനിസ്ട്രിയുടെ ഏറ്റവും പ്രധാന മഹത്വം ദൈവം തന്നിരിക്കുന്നത്, ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാ മാസവും ഇതുപോലെ വൈദികരെ ധ്യാനിപ്പിക്കുന്ന ഒരു ധ്യാന കേന്ദ്രം ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അത് വലിയ ഒരു അഭിഷേകവും അനുഗ്രഹവും അതോടൊപ്പം വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നവരാണ്.
നിങ്ങളെല്ലാവരും സൽപ്രവൃത്തി ചെയ്യുന്നവരാണ്.